സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. എലിക്കുട്ടി അമ്മയുടെയും കുടുംബത്തിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളെക്കുറിച്ച് ഒരു പൊതുവെ പറയുന്നൊരു കമൻ്റുണ്ട്. എന്താണ്? എന്ത് കാര്യം കണ്ടാലും കേട്ടാലും ആദ്യം അതിലെ നെഗറ്റീവാണ് കണ്ടുപിടിക്കുന്നത്. മലയാളികളുടെ നമ്മളുൾപ്പെടെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്ത് കണ്ടാലും നമ്മളും ആദ്യമൊക്കെ അതിനകത്ത് നെഗറ്റീവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളതിനകത്തൊരു പോസിറ്റീവ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എപ്പോഴും ഒരു വലിയ കാര്യത്തിനകത്ത് ചിലപ്പോൾ ചെറിയ പോസിറ്റീവുകളെ കാണുകയുള്ളൂ. പക്ഷേ നമ്മളതിനകത്ത് ആ പോസിറ്റീവ് കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പോസിറ്റീവ് ആണ് എപ്പോഴും ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നത്. നെഗറ്റീവ് പറയുമ്പോഴത്തേനും ഒരാളെ നമ്മൾ കൂടുതലായിട്ട് നശിപ്പിക്കുക, കാരണം അവരുടെ മനസ്സ് നശിപ്പിക്കുക എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവുകളെ അഭിമുഖീകരിച്ച് നെഗറ്റീവുകളെ പോസിറ്റീവ് ആക്കിയ ഒരാളായതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഞാനത് അത്ര ആ സെൻസിൽ തന്നെ എടുക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേരെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവർ ക്ലാരിഫൈഡ് കൂടി ഈ വീഡിയോ കാണുന്നില്ല. അതിനകത്ത് ഏതാനും വാക്കുകൾ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. അതിനകത്ത് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ബാക്കി ഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ല പ്രതികരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പേര് മുഴുവൻ അത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം കാണുന്ന ആ ഭാഗത്ത് മാത്രം അന്നേരം അങ്ങ് പ്രതികരിച്ചു പോകണം. പക്ഷേ അതിന് ബാക്കിയായിട്ട് വരുന്ന കാര്യങ്ങളെ കാണുന്നില്ല. നമ്മളിവിടെ അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഓർമ്മയെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് മെമ്മറി അമ്മയ്ക്ക് ഇല്ല. ചിലപ്പോൾ അത് മൈനോറിറ്റി ആയിട്ട് കാണാറുമുണ്ട്. അമ്മയ്ക്ക് ഫാസ്റ്റ് മെമ്മറിയാണുള്ളത്. പ്രസൻറ്റ് മെമ്മറി ഇപ്പോൾ ഫാസ്റ്റ് മെമ്മറിയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് മെമ്മറിയിൽ അമ്മയുടെ പറഞ്ഞ കാര്യങ്ങൾ അമ്മ അന്നേരം തന്നെ സെക്കൻഡുകൾക്ക്, ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, മിനിറ്റ് പോലും എടുക്കുന്നില്ല, അതിന് മുമ്പ് തന്നെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ വളരെ ഫാസ്റ്റായിട്ട് അമ്മയുടെ ആ കാര്യം പറഞ്ഞ് അമ്മ അത് കേട്ട് അത് കേൾക്കുന്ന അമ്മ, സെൻസ് ചെയ്യുന്ന അമ്മ അതിന് കൃത്യമായ ഒരു മറുപടി നമ്മളോട് തരുന്നു. ആ തരുന്ന മറുപടി അമ്മ തരുന്ന പോസിറ്റീവായിട്ടുള്ള മറുപടികളാണ്, പോസിറ്റീവ് എനർജി നൽകുന്ന മറുപടികളാണ്. നമ്മൾ നെഗറ്റീവായിട്ട് അമ്മയോട് സംസാരിച്ചാൽ പോലും അമ്മ തരുന്ന നമുക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടികളാണ്. അപ്പോൾ ആ മറുപടികൾ നിങ്ങളിൽ എത്തിക്കുക, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മറുപടികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് അമ്മയുടെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ചിലപ്പം പലരും അത് 95-85 വയസ്സായ അമ്മയോട് കുറ്റടിക്കാൻ എന്ന കാര്യത്തിന് എനിക്ക് സങ്കടം വന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു അമ്മ എന്ത് പറയുന്നു, അമ്മയുടെ വായിൽ നിന്ന് എന്ത് കേൾക്കാൻ പറ്റും, എന്താണ് അമ്മ അതിന് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല അമ്മയ്ക്ക് ഒന്നും മുറ്റടിക്കാൻ പറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. അതുകൊണ്ട് അത് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും അത് നമ്മൾ എന്തൊക്കെയാണ് പ്രതികരണം വരുന്നത്, അതിന് മറുപടി എന്താണ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ടും നമ്മളിവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഈ സമൂഹത്തിലെ വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, അല്ല ഈ വീട്ടിലെ വിഷയങ്ങളല്ല. അത് ഈ വീട്ടിലെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, കഴിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ വരുന്നു, അതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങളുള്ളൂ. ബാക്കി നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട്, അത് നമ്മളുമായിട്ട് ആൾക്കാർ ആശയവിനിമയം ചെയ്ത ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ വീഡിയോകൾ കൂടുതലും ചെയ്യുന്നത്. കാരണം അമ്മയുടെ ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അതങ്ങനെയാണ്. ഇന്നത്തെ തലമുറയും പഴയ തലമുറയൊക്കെ വെച്ച് അമ്മ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയാണ് പഴയ തലമുറ, ഇങ്ങനെയാണ് ഇന്നത്തെ തലമുറ, ഇങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് മെസ്സേജ് പോയി ഇത്രയും പ്രായമായ അമ്മയിൽ നിന്നും നല്ല മെസ്സേജുകൾ സമൂഹത്തിലോട്ട് കൊടുക്കുക, ഈ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന സമൂഹത്തിലോട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പോസിറ്റീവായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ. പലരും പല രീതിയിലുണ്ട്. ഞാൻ പറയില്ലേ, മലയാളിയുടെ സ്വഭാവം നെഗറ്റീവ് ചിന്തയാണെങ്കിൽ പോലും നെഗറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് ഒത്തിരി അറിയാം. ആകപ്പാടെ ഏറ്റവും ഡിസ്ലൈക്ക് കുറവ് വന്നത് അമ്മയും അവളും കൂടെ അമ്മ ചൂടാകുന്ന ഒരു സീനുണ്ടല്ലോ, ആ ഒരു വീഡിയോയ്ക്കാണ് ഏറ്റവും ഡിസ്ലൈക്ക് നമുക്ക് കുറച്ച് വന്നത്. ബാക്കിയുള്ളതിനൊക്കെ ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നത് ഏറ്റവും കുറച്ച് ആൾക്കാർ ഡിസ്ലൈക്ക് ചെയ്തത്. അതിൻ്റെ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മയായിട്ട് അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എന്താണോ അതിൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക, കമൻറ്റായിട്ട് തന്നെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. നമ്മുടെ ചാനലിലെ കൂടുതൽ ആൾക്കാർ കാണണം, എന്നാലേ നമുക്കതിനോട് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് 2-3 മാനങ്ങളാണ്, 2 ഭാഗമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഒന്ന് തലേദിവസം വൈകിട്ടത്തെ സീനാണ്. അപ്പോൾ അതെൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിരുന്ന്, അമ്മ കിടക്കുമായിരുന്നു. അപ്പോൾ കസിൻ ഇവിടെ വന്നിരുന്ന് ഞാനും അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വർത്തമാനം കേട്ടുകൊണ്ട് അമ്മ ഏറ്റുവന്ന് ആരോട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഏറ്റോടി വന്ന് വർത്തമാനം പറയുന്ന ഭാഗമാണ്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് അമ്മ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ആ ഭാഗങ്ങൾ അത് കഴിഞ്ഞ് പിന്നെയുള്ള സംഭവവാസങ്ങളാണ് ഇതിനകത്തുള്ളത്.
വൈകിട്ടത്തെ സംഭവഭാഗങ്ങൾ. അത് കഴിഞ്ഞുള്ളത് പിറ്റേ ദിവസം കാര്യങ്ങളാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. കൂടുതലും സെൻസ് ചെയ്യേണ്ടത് കൂടുതലും ഈ അമ്മ പറയുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ ഓപ്പോസിറ്റായിട്ട് പറയുന്ന ആൾ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളത് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതിൽ അമ്മ എന്ത് മറുപടിയാണ് നൽകുന്നത്, പോസിറ്റീവായിട്ടാണോ നൽകുന്നത്, ആ മറുപടികളാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. അതാണ് കണക്ക് കൂട്ടേണ്ടത്. അല്ലാതെ ജോമോൾ അമ്മയോട് അങ്ങനെ മോശമായി പറഞ്ഞു, അമ്മയ്ക്കത് അതായത് അങ്ങനെയില്ല. അമ്മയ്ക്ക് അങ്ങനെയില്ല. അമ്മ അതിനെന്ത് മറുപടി തരുന്നു, അമ്മ എന്താണ് അവിടെ മറുപടി തരുന്നത്, ആ മറുപടിയാണ് നമുക്ക് പ്രധാനം. അതാണ് നമ്മളങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എലിക്കുട്ടിയമ്മേനെ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം, ഞങ്ങളെ ഇഷ്ടമാണെന്നറിയാം. ഞങ്ങൾ സ്നേഹത്തിലെല്ലാം ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നിങ്ങളെല്ലാവരും ഞങ്ങളോട് വേണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീട്ടിലെ പരിപാടിയൊക്കെ ആയിട്ട് പോണു. അതാ പറ്റുള്ളൂ. ഇനിയിപ്പം പ്രായമൊക്കെ ഇല്ല, മുന്നോട്ട് പ്രായമൊക്കെ പോയില്ല. അതുകൊണ്ട് എല്ലാ കൂട്ടം ഓർത്തോർത്ത് ചെയ്യാൻ പറ്റിയ അത് തന്നെ ചെറുതായിട്ടൊക്കെ ചെയ്യാനാ പറ്റും. അത് തന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെറിയ പിള്ളേരൊക്കെ ഇല്ലേ? പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് അല്ലേ, പിള്ളേരാരും ഇല്ല ഇവിടെ, എല്ലാവരും വെളിയില്ലേ. അവര് പണിയെടുത്തോളൂ. അവർ പണിയെടുത്തോളൂ, നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി. അങ്ങനെ ഗുണമുണ്ട്. അതെ അത് തന്നെ. അതുകൊണ്ട് അവര് കാര്യങ്ങൾ നടത്തിക്കോളും. ആണുങ്ങള് ഞങ്ങള് 4 പേര്. ആ 4 പേരും കല്യാണം കഴിച്ച. പിന്നെ എല്ലാരും കല്യാണം കഴിച്ചതാ. എല്ലാരും കഴിച്ചു. കുടുംബമായിട്ടായി. ആ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ജോലിയുണ്ടോ? ജോലിയൊന്നുമില്ല. ജോലി നമ്മുടെ വീട്ടിലെ പണികളൊക്കെ അല്ലേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലെ പണികള്. പിന്നെ പശുവൊക്കെ ഇല്ലേ? ആ അത് തന്നെ വളർത്തും. അതൊക്കെ അന്ന് മുതൽ നേരത്തെ മുതലുള്ളതല്ലേ. ആരാന്ന് മനസ്സിലായോ? ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. അമ്മ പറ, ചോദിക്ക്. അമ്മയോ ചോദിക്ക്. ഞാൻ എങ്ങനെ അറിയണം? ചോദിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അറിയാവുന്നതല്ല. അറിയാത്തില്ലേ? ഞാറുകുളത്തിലെ വക്കച്ചനെ അറിയോ? വക്കൻ ഞാറുകുളം. വക്കരോ? രണ്ടാമത്തെ അവൻ. ആ അത് തന്നെ. ആ വക്കന്റെ മകനാ. 3 ആണുങ്ങളല്ലേ അവര്? അല്ല 2 പേരല്ലേ ഉള്ളൂ. ആ രണ്ടുള്ളൂ. ആ നമ്മുടെ ചെറിയാനും വക്കനും അല്ല പാപ്പൻ. പാപ്പനും വക്കനും ഉള്ളൂ. ആ മറ്റവരൊക്കെ ആര്? ഇല്ല 2 പേരല്ലേ ഉള്ളൂ. ആ ഇവരേ ഉള്ളോ? അവരേ ഉള്ളൂ. അവര് തന്നെ ഉള്ളതുകൊണ്ട് സുഖമല്ലേ? ആ അത് തന്നെ. വേറെ ആരും ഇല്ലല്ലോ. ആ അത് തന്നെ. പെങ്ങന്മാരല്ലേ? പെങ്ങന്മാരില്ലല്ലോ അവർക്ക്. ഇല്ലില്ല. രണ്ടാം അവരല്ലേ ഉള്ളൂ, പെങ്ങന്മാരൊന്നും ഇല്ല. നിങ്ങളൊക്കെ ഉള്ളല്ലേ? അത് തന്നെ. ജോമ്പിള്ളച്ചിറ്റപ്പൻ അല്ലേ? ജോമ്പിള്ളയുടെ മക്കളല്ലായിരുന്നോ? ജോമ്പിള്ളയെ. ആ ചാത്തന്റെ പേരാ? വല്യപ്പന്റെ പേര്. ആ അമ്മയുണ്ടല്ലോ അല്ലേ? നടക്കാവോ? ആ നടക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാരും കല്യാണം കഴിച്ചില്ലേ? എല്ലാരും കഴിച്ചു. എല്ലാരും കഴിച്ചു. പിള്ളേരുമായി. എല്ലാവർക്കും ജോലിയുണ്ട്. എല്ലാവരും ജോലിയുണ്ട്. അത് മതി, നമുക്ക് ജീവിച്ചാൽ മതി. നന്നായിപ്പത്തിന് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ കൂടാതെ നന്നായിപ്പം കഴിച്ചാൽ മതി. നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ചെയ്താലും മതി. അപ്പൊ ഒരു ദോഷവും ഇല്ല. ആരും ചെന്ന് ആരും അടക്കം നമ്മളങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന കൊണ്ട് പരാതി ഉണ്ടാവും. അതിന് മാത്രം പോലെ ഇരുന്നാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇറങ്ങി പണിയെടുത്തോണ്ടാക്കാം. പറമ്പയിലായാലും കൊള്ളാം, പാടത്തായാലും കൊള്ളാം, കണ്ടത്തിലായാലും നമ്മുടെ സ്വന്തപ്പെട്ടവരൊക്കെയല്ലേ പറ്റുള്ളൂ. പുറത്തേക്കൊന്നും പോകാൻ പറ്റിയല്ല. അതും ശരിയല്ലേ? അമ്മയും രാത്രിയൊക്കെ സുഖമായിരിക്കും. നിനക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് 3 പിള്ളേര്. 3? അവരൊക്കെ പഠിക്കാണോ? ഇല്ല, അവരുടെ ജോലിയായി. 3 പേർക്കും. പെങ്ങന്മാരില്ലേ? ആ പെങ്ങന്മാർ 2 പേരില്ലേ? ആൻസീനെ അറിയില്ലേ? മാപ്പിളറമ്പേലെ ഓർക്കുന്നില്ലല്ലേ? മാപ്പിളറമ്പേലെ കെട്ടിച്ച ആൻസീനെ ഓർക്കുന്നില്ലേ? ആ അങ്ങോട്ട് കെട്ടിച്ചതാ. ആൻസി മാപ്പിളറമ്പേലെ തോമാച്ചൻ കിട്ടിയേക്കണേ.
സുഖമാണല്ലോ ആ അവർക്ക് സുഖാ. കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോഴാകുമ്പോ കുഴപ്പമില്ല. നേരത്തെ മുതൽ ആ നമ്മുടെ അയലോക്കല്ലേ അല്ലേ? ആ പിള്ളേരെത്രയുണ്ട് എല്ലാവർക്കും? ആർക്കാ? നിങ്ങൾ മക്കൾക്ക് ഞാൻ എനിക്കോ അതോ ആൻസിക്കോ? അല്ല മക്കൾക്ക്. മക്കളെയൊക്കെ ഒന്നും കെട്ടിച്ചില്ല. ഇല്ല. ആ അതൊക്കെ നമുക്ക് കല്യാണം കൂടണം നമുക്ക്. അയ്യോ കെട്ടിച്ചില്ല. ഇല്ലില്ല നമുക്ക് അടുത്ത കൊല്ലം എല്ലാവരും ഒരുത്തൻ്റെ കല്യാണം കൂടണം നമുക്ക്. പ്രായമായില്ലല്ലേ? ആ പ്രായമാകുന്നേ ഉള്ളൂ. ആ അതുകൊണ്ട് നമുക്ക് അടുത്ത കൊല്ലം കല്യാണം കൂടിയേക്കാം കേട്ടോ. വലിയ പാരാപ്പതും കിടക്കുവാ. ആ മക്കളുടെ മക്കളും ആകേണ്ട സമയം കഴിഞ്ഞു. ആ അവരെയൊക്കെ നമുക്ക് പിരിച്ചു വിടണം, കെട്ടിച്ചു വിടണം. ഓ നിട്ടാറൊന്നും ആയില്ല, നിറ്റ് വരുന്നല്ലേ ഉള്ളൂ. വീട്ടിലൊഴിയൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ അടയ്ക്കണം. ഏത് വണ്ടി കൊണ്ടാരുണ്ട്, മുറ്റത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആരാ ആരാ വണ്ടിയാ? ഭയങ്കര മഴക്കാറ്. മഴക്കാറൊന്നുമില്ല. ഈ മഴക്കൊന്നും വീട്ടിലോട്ട് പോകാം. ഒരു മഴയ്ക്ക് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വീട്ടിൽ അതാ പോർച്ചിലോട്ട് കയറ്റി വെച്ചു. നല്ല മഴയും പെയ്താൽ അത് എൻ്റെ വണ്ടിയാ, ബെന്നിയുടെ വണ്ടിയല്ലേ. ബെന്നി വന്ന വണ്ടിയാ അത്. തിന്നേലും വെട്ടയില്ല. ബെന്നി വന്ന വണ്ടിയാ അത് കേട്ടാ. ആ അത് അവൻ തിരിച്ചു പോകാനുള്ളല്ലേ. ആകാശത്തിൽ മഴക്കാറിന്റെ ഭാരം. ആ മഴക്കാറ് കേട്ടാ. മഴ ഉണ്ടെന്ന് വല്ല വെയിലില്ലായിരുന്നോ? മഴ പെയ്യുമായിരിക്കും. സമയം ഇത്ര ആയില്ലേ. ആ ഒരു സുഖം അനുഭവിക്കുമോ? സ്വന്തമായിട്ട് 10 പൈസ ചിലവാക്കുമോ? എങ്ങും ഒരു കാര്യത്തിനും സ്വന്തമായിട്ട് നടത്താൻ പോകുമോ? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പൊതുവെയുള്ള കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ടും തന്നെ ജീവിച്ചതാണ്. അതിന് മാത്രം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കാണാമായിരുന്ന ഏത് രീതിയിലായേനും. അതൊക്കെയാണ് കാരണവന്മാർ നല്ലതാണെങ്കിൽ മാത്രമേ മക്കൾക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മക്കൾ ഒടുവിൽ അന്തോ ഇല്ല എന്തോ ഇല്ലാത്ത തരത്തിൽ തലഞ്ഞു പോകും. അങ്ങനെയുണ്ട്. അത് അവർക്ക് നല്ല പ്രായമാകുമ്പോഴത്തേന് അവർ ഓരോന്നോരോന്നും നോക്കി ചെയ്യും. ആ ചെയ്ത് ശരിക്കും ചെയ്യണം. ചെയ്ത് എല്ലാ മക്കൾക്കും എല്ലാ കുടുംബത്തിനും കുടുംബ സംഘങ്ങൾക്കും എല്ലാത്തിനും അതിനുള്ള ഫലം കിട്ടും. എന്നിട്ട് എല്ലാവരും ഒരിടയിലും ഒരു തൊട്ടുമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഈശോ കൊടുക്കും. അത് മതി. അതാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ നമ്മൾ പൊന്നോ വെള്ളിയോ കുറേ പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അധ്വാനിച്ച് ഭാരം ചോന്നും ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആർക്കും ദോഷം കൂടാതെ ചെയ്ത് തീർത്തേച്ച് ഈ ലോകം വിട്ടുപോയാൽ അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള സമ്മാനങ്ങളെല്ലാം ഈശോ അവിടെ സ്വരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആരും ഒന്നുകൊണ്ട് നിരാശപ്പെടണ്ട, വിഷമിക്കുകയും വേണ്ട. എല്ലാം ഈശോയുടെ കയ്യിലാണ്, കരങ്ങളിലാണ്. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്കൊന്ന് പോയാൽ മതി. അതുവരെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ആർക്കിട്ടും പാര വെക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, നിരാശപ്പെടുത്താതെ, ഒരു തകരാറും കൂടാതെ ഏകയിടേനും ഒരു തൊഴുത്തുമാക്കണം. അങ്ങനെ വേണം അവസാനിക്കാൻ. അപ്പം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും തലമുറകൾക്കും ഒക്കെ ഒരു യാതൊരു ദോഷവും ഇല്ലാതെ ഈശോ വാർത്തും. അത് മതി. അതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്തും വലിയ ജീവിക്കാനുള്ള സുഖവും. അല്ലാതെ വേറെ എന്തോ ഒരു പൊന്നും വെള്ളിയും സ്വർണവും പണവും ഉണ്ടെന്ന് പറഞ്ഞാലും ആഡംബരമായ ഭക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യവും. അതുകൊണ്ട് ആർക്കും ഒരു ഫലവും ഇല്ല. അത് നിരാശയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ നിവൃത്തിയില്ലാത്തവർക്ക് എന്തെങ്കിലും ഇച്ചിരി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യണം. അത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കൊരു ദോഷവും വരികയില്ല. നമുക്ക് ഈശോ അതൊന്ന് പരിഹാരം ചെയ്യും. അത് ഓർത്ത് നമ്മൾ ചെയ്യണം. ആരെയും ധിക്കരിക്കുകയോ ആരെയും പരിഹസിക്കുകയോ വേദന എടുപ്പിക്കുകയോ നിരാശപ്പെടുത്തുകയോ ഒന്നും ചെയ്യും. അവർക്ക് മനസ്സിനും ശരീരത്തിനും മനപ്രയാസത്തിനും ഒന്നും ഒരു ഇടയും കൊടുക്കരുത്.
എല്ലാം ഈശോയുടെ കാഴ്ചയ്ക്കായിട്ട് ഈശോ തന്നിരിക്കുന്ന ജോലിയാണ് ഈശോ ഏൽപ്പിച്ചിരിക്കണം. അതായത് ഈശോയ്ക്കുള്ള കൈ തന്നെ ഏൽപ്പിക്കണം എന്ന് ഞാൻ ഓർത്തോണ്ട് ചെയ്യണം, തടസ്സം കൂടാതെ. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായില്ല, അത് മതി. അതാണ് ലോകത്തിലേക്കും വെച്ച് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ കുറേ പൊന്നോ വെള്ളിയോ കുറേ പണമോ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇതൊക്കെ ഇട്ടേച്ചും പോകുമ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ഥലത്താണ് നമ്മുടെ സ്ഥാനം. അത് മതി നമുക്ക്. അതാണ് ഈശോ നമുക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ആഡംബരങ്ങളോ മോടിയോ ഭക്ഷണമോ ചൊവ്വായോ പൊന്നോ വെള്ളിയോ ഇതൊന്നും വേണം. അതുകൊണ്ട് കാര്യമില്ല. കർത്താവേ അനുഗ്രഹിക്കണേ, മിശിഹായെ അനുഗ്രഹിക്കണേ, കർത്താവേ അനുഗ്രഹിക്കണേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവതമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവ ത്രയത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുദ്ധമാന മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കർത്താവേ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കഴിക്കുള്ളമേ. ആകാശങ്ങളിൽ എപ്പോഴും പോസ്തുതിയായി തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഭൂലോകരക്ഷനാ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. കഞ്ഞി കുടിക്കാറായി, കഞ്ഞി കുടിക്കാറായി, അത്താഴം കഴിക്കാറായി. അത്താഴം കഴിക്കാറായെന്ന് മണിക്കൂർ ഒന്നായല്ലോ. ആ എപ്പോഴല്ല സമയത്ത് കുടിക്കണം. പ്രാർത്ഥന സമയത്ത് കുടിക്കണം. ആ പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥനയല്ല, അങ്ങനെ കാര്യമുള്ളൂ. ആയിക്കോട്ടെ, തുടങ്ങിക്കോ. പ്രാർത്ഥന എത്ര 1 മണിക്കൂർ കഴിഞ്ഞു അവിടെ തുടങ്ങിയിട്ട്. ആ സമയത്ത് ഇതിനൊക്കെ തയ്യാറായിരിക്കുന്നല്ല. ഇതേ എല്ലാവരും ഇത് എപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ എന്ന് ഓർത്താ. ആർക്കും ഒരു ദോഷം വരാത്ത എത്തിക്കോടെ നോക്കി കാത്തിരിക്കണവര്. അതുകൊണ്ട് ഇപ്പൊ എത്ര അവിടെ നിന്ന് ചെല്ലുമല്ലോ. ഞാൻ കുറച്ച് അവരെ കാണിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അപൂർവൽപ്പകരിയായിരിക്കേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. എത്ര കാണിക്കുന്നുള്ളേ നിങ്ങൾക്കെല്ലാം യോഗ്യമായി കണ്ട് കണ്ട് എടുത്തല്ലേ. ഞങ്ങളുടെ മേക്കുറിയായിരിക്കണേ. മറിയില്ലേ വിലുമറിയേ വീട്ടാ മറിയേ. ശ്വാസം വന്നില്ലേ? ചാച്ചൻ വന്നില്ല, ചാച്ചൻ വന്നില്ല. വരിയല്ലേ? ആ എന്നാ ആ അമ്മ ഇങ്ങനെ പ്രാർത്ഥന ഇല്ലിക്കൊണ്ടിരിക്കുന്നോണ്ട് ചാച്ച ഇങ്ങനെ വരുന്നില്ലെന്ന് പറഞ്ഞു. പണിയൊന്നുമില്ലല്ലോ. ആ പണിയൊന്നുമില്ല. അമ്മ ഇങ്ങനെ പ്രാർത്ഥന ഇല്ലിക്കൊണ്ടിരിക്കില്ല, നോൺ സ്റ്റോപ്പായിട്ട് പ്രാർത്ഥന ഇല്ലിക്കൊണ്ടിരിക്കുമല്ലേ, നിർത്താതെ പ്രാർത്ഥന ഇല്ലുമല്ലേ വൈകിട്ട്. കഞ്ഞി കുടിക്കാൻ അമ്മ പ്രാർത്ഥന നിർത്തിയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. അമ്മ പ്രാർത്ഥന നിർത്തിയാലല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. ആ ഇല്ല വന്നില്ല. കഞ്ഞി എടുക്കട്ടെ. പ്രാർത്ഥന അയ്യോ ഇപ്പഴെങ്ങും തീരിയാതാ. അത് പിന്നെ വെറുക്കുന്നവരെ പ്രാർത്ഥിക്കാനിരിക്കുമല്ലോ. നേരത്തേനുള്ളൂ. 1 മണിക്കൂറായിരുന്നേ. സാല കുറിച്ചെങ്കിൽ യോഗ്യമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. തമ്പുരാന്റെ പുണ്ടി തന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ദൈവദേശം നിൽക്കുന്ന റോസപ്പെടുമ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. രാവിലെ കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി, ജോയിയുടെ സുസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ദോഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. രാഹുലന്മാരെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മലാകാപാരാജ് ഈശോ വിശായിക്ക് ശരിയായിട്ട് ഈശോ വിശായിക്ക് ഈശോ വിശായിക്ക്. ചെരുപ്പ് പറന്നു പോയി. ചെരുപ്പ് എവിടെയാണ് കൊണ്ടിട്ടിരിക്കണമെന്ന് പറമ്പിലായിരിക്കുമെന്ന് പറഞ്ഞു. വീട്ട് വന്നെടുത്തോ. ചെരുപ്പാ ചെരുപ്പാ മുറിക്കട്ടിൽ അവിടെ മുറി കിടപ്പുണ്ടായിരുന്നല്ലോ. ആ പ്രാർത്ഥന എല്ലാം കൂടെ ഒടുങ്ങി പോന്നപ്പം ചെരുപ്പിൻ്റെ കാര്യം മറന്നുപോയി. ആ മുറിയിലെ കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ
ഓർമ്മക്കുറവാ. പ്രാർത്ഥന ചൊല്ലി തന്നെ ജ്വരത്തിൽ ഇങ്ങോട്ട് പോന്നതാ. 1 മണിക്കൂർ മിച്ചായി. മുഴുവൻ തപ്പി നടക്കും എന്നാലും കിട്ടിയാൽ അതൊന്ന് വെക്കണ സ്ഥലം മറന്നു പോകണല്ലോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വരുമ്പോഴേ ചിലപ്പോൾ എടുത്തോണ്ട് വരാൻ മറന്നു പോകും. അവിടെ നടക്കും. പിന്നെ അത് ഒരവസരത്തിൽ കിട്ടും. അത് ഒത്തിരി ദിവസം കഴിഞ്ഞ് എന്നിട്ട് ഇടുന്നില്ലേ? ചെരുപ്പ് ഇടുന്നില്ലേ? അത് ഇട്ടോ, നീ മറന്നു പോവും. ചെറുപ്പോ ആ ചെറുപ്പ് കഞ്ഞി കുടിക്കും വേണ്ടില്ല. ഇടുന്നില്ലേ? ചെരുപ്പിട്ട് കഞ്ഞി കുടിക്കുകയല്ല. ആണോ? എന്നാ കഞ്ഞി കുടിക്കുക. കുടിക്കുമ്പോൾ ചെരുപ്പ് സെറ്റാ ശരിയായി. ശരിയായില്ലേ? ചെരുപ്പ് മാറ്റിയിട്ടിട്ടേ കഞ്ഞി കുടിക്കുള്ളൂ. കഞ്ഞിയെ കുടിച്ചാ? ഇല്ല, കഞ്ഞി കുടിച്ചില്ല. കുടിക്കാറാകുന്നേ ഉള്ളൂ. ഇപ്പോഴായല്ലേ? പിന്നെ കുഞ്ഞുറക്കാൻ വരാൻ 8 മണിയായി, 8:30 8:45 9 ഭയങ്കര പ്രാർത്ഥനയല്ലേ ഞാൻ. എന്നാ പറഞ്ഞേ? കഞ്ഞി കുടിക്കേ? കഞ്ഞി കുടിച്ചു. രണ്ട് പറഞ്ഞ കേട്ടായിരുന്നു. എന്നാന്ന് ചോദിച്ചേ? ഈ കിടക്കല്ലേ? കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. കഞ്ഞി കുടിക്ക്. വലിയൊരു പ്രാർത്ഥനയൊക്കെ ചെല്ലുതല്ലേ? ഭയങ്കര ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലുതല്ലേ? പ്രാർത്ഥന അല്ല, കഞ്ഞി വേണ്ടാക്കുന്നതിന് അവളോട് പറയാം. അതിനാ അതിനെ കഞ്ഞി വേണ്ടാതെ? അതിനെ കഞ്ഞി വേണ്ടാത്തെ? നേരമൊന്നുമല്ല. കഞ്ഞി കുടിക്കണ സമയമായതേ ഉള്ളൂ. ഇന്ന് പ്രാർത്ഥന നീണ്ടു പോയണ്ട. അതാവട്ടെ പോയി. പാതിരായൊന്നും ആയില്ലെന്നേ. 8 മണി ആയതേ ഉള്ളൂ. 9 മണി ആയതേ ഉള്ളൂ. ആരാന്ന് ജോമോൻ ഇപ്പം വഴി നിങ്ങൾ കയറി വന്നതാ. അപ്പൊ എന്നെ കാണിച്ചെന്ന് ഇതാരാന്ന് ഇത് എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആരാ? അമ്മ ചോദിക്കാൻ പറഞ്ഞു. അമ്മയല്ലേ ചോദിക്കേണ്ടത്, ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ആ വഴി തന്നെ ആളെ ഇങ്ങോട്ട് കയറി വന്നേന്ന്. ഞാൻ പറഞ്ഞു മുറിയിലോട്ട് പോയിട്ടുണ്ട്, മുറിയിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കാൻ പറഞ്ഞു. അപ്പൊ എന്നെ എലിക്കുട്ടി പറഞ്ഞേ ഞാനിതൊന്നും ചോദിക്കുന്നില്ലെന്ന്. എലിക്കുട്ടി എന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ നോക്കുക. എന്നെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞാൻ വഴക്കുണ്ടാക്കണം. എലിക്കുട്ടി ഇപ്പൊ നല്ല അമ്മയായിട്ടിരിക്കും. ചോദിക്കാരാ? ആരായാലും ഇങ്ങോട്ട് സ്വീകരിച്ചേക്കുവാണോ? ഇങ്ങോട്ട് വരുന്നവരോട് ചോദിക്കുന്നതിന് ആരും അറിയണം. അമ്മയ്ക്കല്ല, സൂത്രത്തിൽ അറിയണം. മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് സൂത്രത്തിൽ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ വിവരങ്ങളൊന്നും തിരക്കാതെ അന്നവരുടെ കാര്യം തിരക്കണം. ചോദിക്കും. അതല്ലേ ആരാന്ന് ചോദിക്കും. അത് ആരാന്ന് ചോദിക്കാനൊന്നുമില്ല. നമുക്ക് ബന്ധമാ. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ഓർത്താ പോരായിരുന്നോ? വന്നപ്പോ നമ്മളുമായിട്ട് ബന്ധമുള്ളതാന്ന്. എന്താ കുട്ടി, നമ്മളുമായിട്ട് ബന്ധമുള്ളതാന്ന് അങ്ങ് ഓർത്താ പോരായിരുന്നോ? പിന്നെ എന്നാ ഓർക്കോട് പിന്നെ ഇതാരാ? ഇതെന്താ എന്നൊക്കെ എന്നോട് കണ്ണും കിട്ടും കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത് എന്തിനാ? പിന്നെ നിങ്ങളൊക്കെ അല്ലേ ചോദിക്കാൻ? ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല. അമ്മ അവിടുത്തെ കാരണവത്തി. ഞാൻ ആവശ്യമില്ലാതെ ആരും എന്താ ഏതാന്ന് ചോദിക്കാൻ. എല്ലാവരും മനുഷ്യരാ. അടുത്തും കിടക്കുന്നവരൊക്കെ അത് അവർ കയറി ഇറങ്ങിയൊക്കെ പോകും. അപ്പം കള്ളനെ കൊലപാതകീനെ മറ്റതിനെ എല്ലാത്തിനും ഇവിടെ വിളിച്ച് കയറ്റിയേക്കുവാണോ? അതിനൊന്നും പറയാൻ പറ്റിയ ആണോ അമ്മേ? അമ്മേനെ തള്ളിയിട്ടിട്ടേ ആ കമ്മല് ഊരിക്കൊണ്ട് പോകും. കാണാനുള്ളവരെ കാണാനായിട്ട് തന്നെ ചിലരെ കാണാൻ അത്യാവശ്യങ്ങളുണ്ട്. അവര് പറയും ഞങ്ങൾ അമ്മച്ചീനെ കാണാൻ വന്നതാണ്, ഇന്ന സ്ഥലത്ത് വന്നതാണ്. ഇത് വല്ലതും പറഞ്ഞോ? ഇത് കയറി ഇങ്ങോട്ട് വന്ന് വീടിനകത്തോട്ട് കയറി അങ്ങനെയൊക്കെ ഉണ്ടാവും. അതും അവരോട് ചോദിക്കണം. അമ്മ ചോദിക്കും. ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യം പറയാം. അമ്മ ചോദിച്ച് മനസ്സിലാക്കിയ കുട്ടി പന്നേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ പിന്നെ ഇപ്പൊ ചോദിക്കാൻ ഇപ്പൊ കുറെ നേരമായാലും ഇവിടെ നിന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട് കണ്ടോ കയറി പോണുണ്ട്. അതൊന്നും കഴിയില്ല. ആൾക്ക് എന്താ പറയാ, മോശമായിട്ട് പറഞ്ഞ് മുഷിയാൻ കഴിയല്ല ആരോടും. ഇത് എന്നെ കൊണ്ടൊക്കെ ചോദിപ്പിച്ച് അങ്ങ് പിന്നെ ആരെങ്കിലും ആയിട്ട് മുഷിഞ്ഞു. അങ്ങനെയല്ല എലിക്കുട്ടി. എന്നാ എലിക്കുട്ടി ഒന്നേ ഇതാരാന്ന് ചോദിക്കേ? ചോദിച്ച് ഇത് ആരാന്ന് ചോദിക്കാ? ഈ മനുഷ്യൻ ചോദിക്കാതെ മനുഷ്യനല്ല, കാണത്തില്ല. മനുഷ്യനാന്ന് കണ്ട് മൃഗമല്ലെന്നറിയാം. ഇവിടെ വരികയും പോവുകയും ചെയ്യാതിരിക്കാൻ മനുഷ്യർ ഏതായാലും 1 2 3 പ്രാവശ്യം പറയുമ്പോൾ ഏറെക്കുറെ അറിയത്തില്ല. എല്ലാം നമുക്ക് ബന്ധപ്പെട്ടതും അയിലോക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആരെങ്കിലും ഒരു വീട്ടിലോട്ട് ആരെങ്കിലും മനുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ട് അവർക്ക് അവർക്ക് എന്തെങ്കിലും ബന്ധുതയുണ്ടായിട്ടാ. ഇപ്പൊ ഈ പറഞ്ഞു മുഴുവൻ വരുമ്പോ ഞാനല്ലേ തെറ്റുകാരി? അല്ലേ തെറ്റുകാരി ഞാൻ. അതാ പറഞ്ഞ ഒന്നും മിണ്ടാതെ എന്റെ മകനെ പോലെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല.
ഇതിനകത്ത് ഒന്നും ഉൾപ്പെടരുത്. ആരെന്നാ വെച്ച് കൊഞ്ഞനെ കുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ഞാൻ അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഇവിടെ 2-3 ആൾക്കാരുണ്ട്. അവർ നടക്കുന്ന പോലെ അങ്ങ് നടക്കുവാണ്. അവർ നല്ലവരും ആവും, സമൂഹത്തിന് നിലയുള്ളവരും എല്ലാം പറയാൻ പോയാൽ തീർന്നു. പറയുന്നവരെ ആർക്കും ഇഷ്ടമില്ല. പറയണ്ടേ, കാര്യം പറയണ്ടേ? ആളിന്റെ പേരും സ്ഥലമൊക്കെ പറഞ്ഞ് മനുഷ്യരെ മനസ്സിലാക്കണം. ഒന്ന് ചോദിക്കും പേരെന്താ, സ്ഥലം ഏതാന്നൊക്കെ. ഇത് കഴിയുമ്പോൾ അമ്മയ്ക്ക് അറിയാതെ ഇവിടുത്തെ ആളാന്നൊക്കെ അമ്മ പോലെ നമ്പറൊക്കെ കൊണ്ട് ഇറക്കുന്നത്. എലിക്കുട്ടിയമ്മ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പറയണമെന്ന് വെച്ചാൽ അറിയിക്കണമെന്ന് വെച്ചാലും ബുദ്ധിമുട്ട് കൂടാതിരിക്കാനാ അങ്ങനെ ചോദിക്കണം. അല്ലാതെ ആരെങ്കിലും കിട്ടുന്നവരോ ആരാണെന്നോ എന്താണെന്ന് അറിയാതെ വല്ലതൊക്കെ ചോദിക്കുകയോ ചെയ്താൽ മതിയോ? അറിയിട്ടോളും നമ്മളോട് ചോദിക്കേണ്ടി അല്ലെ നമുക്ക് ആ ആളിനെ അവരെ കുറിച്ച് ശരിക്കും അറിയാവുന്നതുകൊണ്ട് അല്ല നമ്മൾ ചോദിക്കണം. അല്ലാതെ ചുമ്മാ പോകുന്നവരോട് കുറിച്ച് ചോദിക്കാൻ പറ്റും. ചുമ്മാ പോന്നാലും ഇങ്ങോട്ട് കയറി വന്നതല്ലേ, അമ്മയുടെ വീട്ടിലോട്ട് കയറി വന്നതാണ്. വീട്ടിലോട്ട് കയറി വന്നാൽ ഓരോ കാര്യങ്ങൾ അറിയാൻ ചുമ്മാ കള്ളന്മാര് കയറി വരികയല്ലേ വീട്ടിലോട്ട്? ചോദിക്കാനോ? കള്ളന്മാരൊക്കെ കയറി വരും വീട്ടിലോട്ട്. കള്ളന്മാര് അറിയാനോ? കള്ളൻ വീട്ടിലോട്ട് കയറി വരികയല്ലേ? കള്ളനോ? ആ, എന്നാ കള്ളൻ? കട്ടെടുത്തോണ്ട് പോകാൻ വരുന്നവരല്ലേ കള്ളൻ. കട്ട് എടുത്തോണ്ട് പോകാൻ. എന്നെ എടുത്തോണ്ട് പോയെ? നമ്മുടെ വല്ല സ്വർണ്ണോ പാത്രങ്ങളോ വല്ല ഇവിടെയുള്ള വല്ലതും ഒക്കെ എടുത്തോണ്ട് പോകാനായിട്ട് ആൾക്കാർ കയറി വരികയല്ലേ കള്ളന്മാര്. അത് കള്ളന്മാർ കയറി എടുത്തോണ്ട് പോയപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടെങ്കില്ല. ആൾക്കാർ ഒട്ടപ്പം കയറും. ആൾക്കാരിങ്ങ് വിളിച്ചിറക്കുക. ഒരമ്മച്ചീനെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വിളിച്ചിറക്കിയത്? മുറ്റത്തോട് പാമ്പ് കണ്ടെന്ന് പറഞ്ഞ് പാമ്പിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയിട്ടില്ലേ? അമ്മച്ചി ഇറങ്ങി ചെന്നപ്പോ അമ്മച്ചീനെ തള്ളിയിട്ട് മാലയെ പൊട്ടിച്ചോണ്ട് ഓടി. ആ മാല പൊട്ടിച്ചോണ്ട് ഓടി. അമ്മച്ചിക്ക് മേലാതായി പോയി, കിടപ്പില്ല. അപ്പൊ നട്ടലെല്ലാം പൊട്ടി. ആ പാമ്പിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ച് പുറത്തിറക്കിയതാ. പാമ്പിനെ വേണ്ടിയിട്ട് ആരെങ്കിലും അമ്മച്ചീനെ വിളിച്ചിറക്കും? അമ്മച്ചീനെ മാല പൊട്ടിക്കാനല്ലേ? മാല പൊട്ടിച്ചോണ്ട് പോയി. സ്വർണ്ണമാല പൊട്ടിച്ചോണ്ട് പോയെന്ന്. അപ്പൊ പത്രത്തിലുണ്ടായിരുന്നു, TV-യിലുണ്ടായിരുന്നു. ഇതൊക്കെ കാണണായിരുന്നു. കൊടുത്തതല്ലേ, വലിച്ചു പൊട്ടിച്ചോണ്ട് പോയതാ. ഇങ്ങനെ കഴുത്തേ കിടന്നതേ ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചോണ്ട് പോയി. ആ കള്ളൻ. അറിയാൻ മേലാഞ്ഞിട്ടല്ല ആൾക്കാർ. അതുകൊണ്ടല്ലേ പറഞ്ഞു ചോദിക്കാൻ, കള്ളനാണോ കൊലപാതകയാണോ വേറെ വല്ലതും? നമുക്ക് അന്റാടമായിട്ട് കള്ളൻ മറ്റെന്തെങ്കിലും പേര് ദോഷം പറയാം. ഇത് കള്ളനല്ലെന്ന് അറിയാല്ലേ അമ്മയ്ക്ക്? എന്റെ എലിക്കുട്ടി എന്റെ അടുത്ത് ഈ നമ്പരൊക്കെ പറയണത്. പിന്നെ കള്ളൻ എന്നൊക്കെ പറയണത് അത് വേറെ. അവരെ കാണുമ്പോഴും പിന്നെ അവരെ കുറിച്ച് പരിചയമുണ്ട്. പക്ഷെ ഇത് നോക്കിയിട്ടൊന്നും ആരെയും പ്രകൃതം നോക്കിയിട്ട് കള്ളനാണോ കൊലപാതകയാണോ മറ്റേതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിലാണ് അവന്മാരൊക്കെ വരുന്നത്. ചുമ്മാ മനുഷ്യരെ ഒരു കണ്ടിട്ടുള്ള മനുഷ്യരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയേണ്ട കാര്യം. പിന്നെ അമ്മയല്ലേ ഇതെല്ലാം പറഞ്ഞത്? വരുകയും പോവുകയും ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ കയറുകയും വരുകയും പോവുകയും ചെയ്യും. ഇപ്പൊ ഞാനാ തെറ്റുകാരി. ഇങ്ങനെയായിരുന്നു പണ്ട്. തെറ്റൊന്നും പറഞ്ഞിട്ട് കാര്യം. എന്നാലും ഇവരൊക്കെ ചോദിക്കും. എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറയുകയാണെങ്കിലാ നീ പറ. ചോദിക്കാൻ പറ്റത്തില്ല. ആളിന്റെ സ്ഥലവും താമസവും ഞാൻ ചോദിച്ച അവരോട് ഖുഷിയാണ്. ആദ്യമായിട്ട് വരുമ്പോ അല്ലാത്തപ്പോ കുഴപ്പമില്ല. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിചയമാവൂല്ലോ അല്ലേ? ആദ്യമാകുമ്പോൾ എല്ലാരും പരിചയപ്പെടാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അത് അത്യാവശ്യ കാര്യമാണ്. പരിചയം ബന്ധം ഉള്ളതുകൊണ്ടാണ് ഇവിടെ കയറി വന്നേ. അല്ലാതെ അല്ല. കണ്ണുകൊണ്ട് കാണിക്കും, കൈകൊണ്ട് കാണിക്കും, അതുകൊണ്ട് കാണിക്കും. എന്നോട് ചോദിക്കും ഇത് ആരാണ്, ഇതെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. ഇനി അതൊക്കെ അങ്ങ് മനസ്സിലേക്ക് ഓർത്താ പോരെ. ഞാൻ ചോദ്യം ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ പറയും. ഇതെന്ത് തരും പറയണേ? അങ്ങനെയാണോ ചോദിക്കണം? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതൊരമ്മ ആരെങ്കിലും കാണാനുണ്ടായിട്ട് എലിക്കുട്ടിയമ്മേനെ കാണാൻ വന്നതാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും. റോഡിലോട്ട് നോക്കാൻ വേണ്ടി എന്നെ കാണാതെ എല്ലാരും പറഞ്ഞു. എന്നെ കാണാൻ ആരും പറയില്ല. വരും. എല്ലാരും വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലാ വരുന്നത്. എലിക്കുട്ടിയമ്മയുടെ വീട്ടിലെ എലിക്കുട്ടിയമ്മ വരുന്നത്. പറഞ്ഞിട്ടുണ്ടാകാം. എലിക്കുട്ടിയമ്മ ഏത് വീട്ടിലാണ് നേരം നിൽക്കണം? ഇതാ എലിക്കുട്ടിയമ്മയുടെ വീട്.
ഋതുത്വം വരെയൊന്നുമില്ല. കാപ്പി കുടിച്ചായിരുന്നോ? ആപ്പിയെ കുടിച്ച് പഞ്ചസാര ഇട്ട് ദോശ തിന്നു. ആണോ? അത് ദോശ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന ഇഷ്ടം കൂടുതൽ, മുഴുവൻ തിന്നുന്നു. മതി അപ്പൊ മുഴുവൻ തിന്നു. ഒരെണ്ണം മേടിച്ച് തിന്നു. പഞ്ചസാര ഇട്ടാൻ കൊടുത്താൽ മതി. അത് പറഞ്ഞേ 10-85 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഓർമ്മ ഇതൊക്കെ ഉള്ള ഒരു ചേച്ചിയാ എന്റെ അമ്മച്ചി. ആ അമ്മച്ചിക്ക് ഉണ്ടല്ലോ ഇപ്പൊ ഒന്നിനും രുചി തോന്നുന്നില്ലെന്ന്. കറിയുടെ കൂടെ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടിട്ടാണ് ഞാൻ തിന്നുന്നതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ കാണാൻ ചെന്നപ്പോ. അപ്പൊ ഒരു പ്രായം കഴിഞ്ഞ വായിക്കൊന്നും രുചിയില്ലെന്ന് ആയിരിക്കും. എന്നാലും ഇപ്പം പഞ്ചസാര ഇട്ട് എന്നാലും കഴിഞ്ഞ ദിവസം കൊടുത്ത എല്ലാം തിന്നുന്നുണ്ട്. ഷുഗറൊന്നും ഇല്ലല്ലോ, എങ്ങനെയെങ്കിലും തിന്നട്ടെ. സാമ്പാർ ഒഴിച്ച് കൊടുക്കുകയാണ്, ചമ്മന്തി ഒഴിച്ചു കൊടുത്തായിരുന്നു, അതിനൊന്നും രുചി പറയില്ല. അറിയില്ല, ടേസ്റ്റ് മോളാകുമ്പോ പോയിരിക്കും. മുഖമൊക്കെ എന്തൊക്കെയോ കിറിയൊക്കെ എന്തൊക്കെയോ കാണിക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ. പഞ്ചസാരയാണെങ്കിൽ ഒരു തരി പോലും ഇങ്ങനെ എടുത്തിങ്ങനെ തിന്നും. മധുരമുകളങ്ങളായിരിക്കും ഇവരൊക്കെ നിലനിൽക്കുന്നതായിരിക്കും. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.